വാക്കിംഗ് ഇൻ someone else's ഷൂസ്. ഞാൻ അയാളല്ല. ഇന്നത്തെ തോട്ട് ഇതാണ് കേട്ടോ. നമ്മൾ മറ്റൊരാളുടെ ചിന്തയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രോബ്ലംസ്. ചിലപ്പോഴൊക്കെ നല്ലതാണ് അയാളെപ്പോലെ ആവണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ഒട്ടും നന്നാവില്ല. കാരണം നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിൽ കമ്പാരിസൺ വരുന്നത്. ഞാൻ എന്തുകൊണ്ട് അയാളെപ്പോലെ ആകുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് അയാളെപ്പോലെ ഹാപ്പി ആയി നടക്കാൻ പറ്റുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് അയാളെപ്പോലെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല? അല്ലെങ്കിൽ എനിക്ക് അയാളെപ്പോലെ എന്തുകൊണ്ട് നല്ലൊരു ജോലിയില്ല? ഒന്നും അല്ലെങ്കിൽ വേണ്ട, എനിക്ക് അയാളെപ്പോലെ എന്തുകൊണ്ട് ആവാൻ കഴിയുന്നില്ല? ആരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും വെൻ വി ആർ വാക്കിംഗ് ത്രൂ ഓർ വാക്കിംഗ് ഇൻ അതേഴ്സ് ഷൂസ്. മറ്റൊരാളുടെ കാലിൽ ചെരുപ്പെടുത്ത് നമ്മൾ അണിയാൻ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഫിറ്റ് ചെയ്തൊന്നും വരില്ല അല്ലേ? കാരണം അത് അയാൾക്ക് ഫിറ്റ് ചെയ്യുന്ന ഷൂസാണ്. വൈ വി ആർ ബിഹൈൻഡ് അതർ വൺസ്? നമ്മൾ എന്തിനാണ് മറ്റൊരാളുടെ പുറകിലോ പോകുന്നത്? അയാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പഠിക്കുന്ന കുട്ടികളെ നോക്കി പഠിക്കാൻ ശ്രമിക്കും അല്ലേ? ഓർ ദ ലേണിംഗ് മെത്തേഡ് വാട്ട് ദി ഫോളോ, അത് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് നല്ലതാണ്. ബട്ട് ഇപ്പോഴത്തെ കാലത്തെ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് നമ്മൾ മറ്റൊരാളെ പോലെ ആവാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതാണ്. സോ വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. ഫോർ ഹും? ഫോർ യുവർ സെൽഫ്. ഐ ചേഞ്ച് മൈ സെൽഫ് ഫോർ മൈ സെൽഫ്. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചേഞ്ച് ആവുന്നത്. നമ്മുടെ കമ്പാരിസൺ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ ഒരു മാറ്റം വരുത്താം. എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത്? അയാൾക്ക് നല്ല വീടുണ്ട്, എൻ്റെ വീട് ചെറുതാണ്. ഇങ്ങനെ ഇങ്ങനെ കുറേ ചിന്തകൾ നമുക്ക് കുറേ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും തോറ്റു തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോളായിരിക്കും മറ്റൊരാൾ നല്ല രീതിയിൽ ജയിച്ചു തന്നെ. അപ്പോൾ നമുക്കെന്താ, അയാൾക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് അത്രത്തോളം കിട്ടിയില്ല. മനസ്സ് ഭയങ്കരമായിട്ട് ടർബുലൻ്റായി ആകെ കൂടി ടെൻഷൻ അടിച്ചിരിക്കുക. പക്ഷെ അയാൾ ചെയ്ത ഹാർഡ് വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ പോയിട്ടുള്ള ഹാർഡ്ഷിപ്സ് കണ്ടിട്ടുണ്ടാവില്ല. അയാൾ അനുഭവിച്ച വേദനകൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് കടന്നിരിക്കാം അയാൾ അങ്ങനെ ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ആ ഒരു കംഫർട്ട് സോണിലെത്താൻ വേണ്ടി. പക്ഷെ നമുക്ക് തുടക്കത്തിലേ കംഫർട്ട് ആവണം. വി ക്യാൻ നോട്ട് വിത്ത്സ്റ്റാൻഡ് ഓൾ ദ ഹാർഡ്ഷിപ്സ്. നമുക്ക് തുടക്കത്തിൽ തന്നെ അയാളെ പോലെ ആവണം ശ്രമിച്ചാൽ യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ട്രബിൾ. നമ്മൾ തന്നെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് വി ക്യാൻ ഡു? വി ക്യാൻ ചേഞ്ച് അവർ മെൻറ്റാലിറ്റി. നമ്മൾ തന്നെയാണ്. വൈ വി ഹാവ് ടു ചേഞ്ച് അല്ലേ? നമ്മൾ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, നമുക്ക് നമ്മുടേതായൊരു സ്പേസ് ഉണ്ടെങ്കിൽ എൻജോയ് ദാറ്റ്, എംപ്രേസ് ദാറ്റ്. എല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത്. റൈറ്റ് ടൈം, ഓൺ റൈറ്റ് പ്ലേസ്, ഓൺ റൈറ്റ് സിറ്റുവേഷൻ. യു വിൽ ഗെറ്റ് എവ്രിതിങ് ആൻഡ് ഹോപ്പ് ഫോർ ബെസ്റ്റ്. ഒരാളെടുത്തും നമ്മളായിട്ട് കമ്പയർ ചെയ്യേണ്ട. നമ്മളുടേതായിട്ടുള്ള രീതിയിലിരിക്കുക. നമ്മൾ ചില സമയത്ത് എംപതൈസ് ചെയ്യുമ്പോൾ പറയില്ലേ, മറ്റൊരാളുടെ ഷൂസിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് നമ്മുടെ കാല് പ്ലേസ് ചെയ്ത് ചിന്തിക്കാനായിട്ട്. തിങ്കിങ് ഇൻ സം വൺ എൽസ് ഷൂസ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലതാണ്. എംപതൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് ആ ഒരു സിറ്റുവേഷൻ നല്ലതാണ്. അല്ലാത്ത ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ നമുക്ക് ചുമ്മാ ആങ്സൈറ്റി ആവും. അയാളത് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സംടൈംസ് യു ആർ നോട്ട് ഇൻ ദാറ്റ് പേഴ്സൺസ് ഏജ് or in that person's situation. Everyone is different, everyone is unique. So stay blessed. Okay, you have all the skills. നമുക്ക് ഒരാൾക്ക് ധാരാളം കഴിവുകളുണ്ട്. അത് തേടി പിടിച്ച് നമ്മളായി തന്നെ ജീവിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.